നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയായിട്ട് സ്ഥിതി ചെയ്യുന്ന കാവായിട്ടുള്ള ഇരിങ്ങോൽക്കാവിലേക്കാണ്. ഇരിങ്ങോൽക്കാവ് അല്ലെങ്കിൽ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാദേവിയാണ് പ്രതിഷ്ഠ. പ്രഭാതത്തിൽ മഹാസരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും വൈകുന്നേരങ്ങളിൽ ഭദ്രകാളിയായും ദുർഗാദേവിയെ ഇവിടെ ആരാധിക്കപ്പെടുന്നു. നേരത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല വന്നിരുന്നത് കുറച്ച് നായർ കുടുംബങ്ങൾക്കായിരുന്നു. അതിനുശേഷം 1945 അവസാന കാലത്തോടെ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന ഈ ഇരിങ്ങോൽക്കാവ് ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി 15 ഏക്കറിൽ കൂടുതൽ ഒരാൾക്ക് കൈവശം വെക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നു. അതോടുകൂടി ഇതിൻ്റെ ഉടമസ്ഥനായിരുന്ന വാസുദേവൻ നമ്പൂതിരി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഈ കാവ്. വിവാഹം, കെട്ടുനിറ, അതുപോലെ തന്നെ രാമായണ പാരായണം എന്നിവ ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സുഗന്ധപുഷ്പങ്ങൾ ചൂടിയ സ്ത്രീകളെ ഈ ക്ഷേത്രത്തിൽ കയറ്റാറുമില്ല. ശരിക്കും ഇത്ര തിരക്കുള്ള ഒരു ഏരിയയിൽ തന്നെ ഇതുപോലത്തെ ഒരു അമ്പലം നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേകത ഉള്ള കാഴ്ചയാണ്. അതുമാത്രമല്ല 50 ഏക്കറോളം വരുന്ന വനത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. ശരിക്കും നമ്മൾ ഈ അതിരാവിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ്. ഫുള്ള് മരങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് തന്നെ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള തണൽ നമുക്ക് ഫീൽ ചെയ്യും. ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടുത്തെ മരങ്ങളെ പോലും ഇവർ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം മൂലം ഒടിഞ്ഞു വീഴുന്ന മരങ്ങളൊക്കെ ഇവിടെ തന്നെ കിടന്ന് നശിച്ചു പോകാറാണ് പതിവ്. അതാരും എടുത്തു മാറ്റാനോ മുറിച്ചു മാറ്റാനോ നിൽക്കാറില്ല. ഒരുപാട് തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഈ വനത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ തന്നെ നിൽക്കുന്ന പല മരങ്ങളും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിന് എത്രത്തോളം കാലപ്പഴക്കം ഉണ്ടെന്ന്. ഇപ്പോൾ കോടതി വിധി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനും സാധിക്കില്ല. ഞാൻ മുമ്പൊരിക്കൽ വന്നപ്പോൾ ഒരു 4 കൊല്ലം മുന്നേ വന്നപ്പോൾ ഞാനിവിടെ കാടിൻ്റെ അകത്തൊക്കെ കയറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ബോർഡുകളൊക്കെ മറ്റും സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പക്ഷേ സന്ദർശകരുടെ തിരക്ക് മൂലമായിരിക്കണം വനത്തിൻ്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുന്നവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലത്തെ പടിക്കെട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നു ചെല്ലുന്നത് ഇതുപോലത്തെ ഒരു കാട് ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെ ഒത്തിരി മരങ്ങൾ വീണ് കിടക്കുന്നതോ അതുപോലെ നശിച്ചു പോയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില മരങ്ങളുടെയൊക്കെ വലിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. പിന്നെ സ്വാഭാവികമായിട്ടും കാടായതുകൊണ്ട് തന്നെ അതുപോലെ അധികം ആൾക്കാർ വന്നു പോകാത്തൊരിടമായതുകൊണ്ട് തന്നെ ഇതുപോലെ ധാരാളം ചെതൽപ്പുറ്റുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതുപോലത്തെ അട്ടകളും ഒരുപാടുണ്ട്. അപ്പോൾ നടക്കുന്നവർ സൂക്ഷിച്ച് വേണം നടക്കാൻ. ഇവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും മരങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ധാരാളം ഇലകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെ ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വഴിയാണ്. എനിക്കിവിടെ കാണാൻ സാധിച്ച മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ കൂടുതൽ ഇതുപോലത്തെ വള്ളിയുള്ള മരങ്ങളാണ്. വേറൊരു മരത്തിൻ്റെ മേലേക്ക് പടർന്നു കയറുന്ന തരത്തിലുള്ള മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റിയത്. നമ്മൾ നടന്ന ആ വഴിയുടെ അറ്റത്തേക്ക് എത്തുമ്പോൾ ഇതുപോലത്തെ ഒരു കൽവിളക്ക് കാണാൻ പറ്റും. ആകെ ഉള്ളത് ഈ ഒരു ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഗേറ്റാണ്. ഈ വനത്തിനകത്തേക്ക് കയറാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇതുപോലത്തെ വഴികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ ബോർഡ് സ്ഥാപിച്ചുകൊണ്ടും പിന്നെ അകത്തേക്ക് ഒറ്റയ്ക്ക് കയറുന്ന റിസ്ക് ആയതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഭക്തിയേക്കാൾ ഉപരി നമുക്ക് അവിടെ നിന്നൊരു സമാധാനമുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടണം. അതെന്തായാലും ഇവിടെ വേണ്ടുവോളം ഉണ്ട്. പെരുമ്പാവൂർ സൈഡൊക്കെ വരുന്നവരെന്തായാലും തീർച്ചയായിട്ടും ഈ ഇരിങ്ങോൽക്കാവ് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ വന്നത് ഇവിടെ എന്തോ വിശേഷ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ട് പോകാൻ സാധിച്ചു. ഇങ്ങോട്ടേക്ക് വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന ഇതുപോലത്തെ നടവഴികൾ മാത്രമാണ്. ഇതുപോലത്തെ വഴികളിലൊക്കെ ആണെങ്കിലും ധാരാളം മരങ്ങൾ ഇതുപോലെ വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷെ ആരും ഇത് എടുത്ത് മാറ്റാനോ മുറിച്ച് മാറ്റാനോ മുതിരാറില്ല. ഈ കാവിൻ്റെ ഇടതുവശത്ത് തന്നെയായിട്ട് നമുക്കൊരു കുളം കാണാൻ പറ്റും. ഇതിപ്പോൾ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല അഴുക്കായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഇതിൻ്റെ അകത്തേക്ക് ഇറക്കാറുമില്ല. ഗേറ്റൊക്കെ താഴോട്ട് പൂട്ടിയിരിക്കുന്ന നിലയിലാണ് കാണാൻ സാധിച്ചത്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും പരിപാലിച്ചു കൊണ്ടുപോകേണ്ട ഒന്നാണ്. അല്ലാണ്ട് ആരെയും ഇറക്കാതെ ഇതുപോലെ പൂട്ടിയിടുന്നതിലും നല്ലത് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിന് നല്ലൊരു വരുമാനമായിരിക്കും അത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇരിങ്ങോൽക്കാവ് എന്ന് പറയുന്ന ഈ ഒരു കാവ് നാഗഞ്ചേരി മനക്കാരുടെ ആയിരുന്നു. ആ മനയെന്ന് പറയുന്നത് ഈ ഇരിങ്ങോൽക്കാവിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വെറും 350 മീറ്റർ മാത്രമാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. കേരളത്തിലെ ഒരു നാടുവാഴിയും ഇരിങ്ങോൽക്കാവിലെ അവസാനത്തെ ഊരാൺമ അവകാശിയുമായിരുന്നു വാസുദേവൻ നമ്പൂതിരി. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് ആകെ 20 രൂപ മാത്രമാണ് ടിക്കറ്റ് വരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നായിരുന്നു ഈ നാഗഞ്ചേരി മന. ബ്രിട്ടീഷ് രാജാക്കന്മാർ സമ്മാനിച്ച 4000 ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലുള്ള അമൂല്യ സ്വത്തുക്കൾ ഈ മനയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 800 കിലോ മേളിൽ വരുന്ന സ്വർണ്ണശേഖരവും മനയിലുണ്ടായിരുന്നു. 1980 തുച്ഛമായൊരു തുകക്കാണ് വാസുദേവൻ നമ്പൂതിരി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് ഈ മന കൈമാറിയത്. ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി കൃഷിഭൂമിയെല്ലാം കർഷകർക്ക് കൈമാറിയപ്പോൾ മനയുടെ സിംഹഭാഗവും നഷ്ടപ്പെട്ടു. അതോടുകൂടി ഇരിങ്ങോൽക്കാവും ചുറ്റുമുണ്ടായിരുന്ന 35 ഏക്കർ ഭൂമിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായി.
ഇരിങ്ങോൾ കാവ് അതിൻ്റെ ചുറ്റിന് വരുന്ന 60 ഏക്കറോളം വനഭൂമിയും ആനയും തിരുവാഭരണങ്ങളും എല്ലാം സൗജന്യമായിട്ടാണ് കൈമാറിയത്. പണ്ട് കാലത്ത് ഇവിടെ താമസിച്ചിരുന്നവരുടെ ഫോട്ടോയൊക്കെ ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ വരിക്കാശ്ശേരി മന പോലെ 2 നിലകളിലുള്ള വീടൊന്നുമല്ല, പക്ഷേ 1 നിലകളിലാണെങ്കിലും നടുമുറ്റമൊക്കെ ഉള്ള ഒരു രീതിക്കാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മന ഇപ്പോഴും വളരെ ഭംഗിയായിട്ടാണ് നോക്കി നടത്തി കൊണ്ടുപോകുന്നത്. എനിക്ക് ശരിക്കും പേഴ്സണലി ഇതുപോലത്തെ വീടുകളും മനകളൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്തായാലും വന്ന് കയറി കണ്ടിട്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മുടെ കൊട്ടാരങ്ങളൊക്കെ പോലെ ഒത്തിരി സാധനങ്ങളൊന്നും ഇവിടെ കാണാനൊന്നുമില്ല, പക്ഷേ ഇവിടെ ഉള്ളതൊക്കെ ശരിക്കും ഒരു വിൻറ്റേജ് ഫീലുള്ളൊരു കാര്യങ്ങളാണ്. നമുക്ക് എവിടെ നോക്കിയാലും തടി കൊണ്ട് നിർമ്മിച്ച കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന മച്ചും അതുപോലെ തന്നെ മരത്തിൻ്റെ കോണിപ്പടികളൊക്കെ നമുക്കിവിടെ കാണാം. പുറത്ത് തന്നെയായിട്ടൊരു ഊഞ്ഞാലും കെട്ടി വെച്ചിട്ടുണ്ട്. ഈ മനയിൽ തന്നെ ഒരു അടുക്കളയുണ്ട്. അതൊക്കെ എന്ത് നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇരിങ്ങോൾക്കാവ് വരുന്നവർ പലരും മിസ്സാക്കുന്നൊരിടമാണ് ഈ നാഗഞ്ചേരി മന എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് ഇരിങ്ങോൾക്കാവ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ഇടം മിസ്സായി. അതിനുശേഷം ഞാൻ ഗൂഗിളിലും നെറ്റിലൊക്കെ ഒരുപാട് കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒന്നും കൂടി ഇവിടെ വന്ന് പോകണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത തവണ എന്തായാലും നിങ്ങൾ ഇരിങ്ങോൾക്കാവ് സന്ദർശിക്കുകയാണെങ്കിൽ ഈ മന കൂടി ഒന്ന് കണ്ടിട്ട് പോവുക. ഈ മനക്ക് ഏകദേശം 1000 വർഷത്തിലധികം പഴക്കമുണ്ട് കേട്ടോ. ശരിക്കും നല്ല മുറ്റമൊക്കെ ഉണ്ടായിരുന്ന ഈ മന ദേവസ്വം ബോർഡൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഇതുപോലെ കട്ടയൊക്കെ വിരിച്ച് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ കയറുമ്പോൾ 20 രൂപ ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ആകെ 1.5 മണിക്കൂറാണ് അവർ പറയുന്നത്. ഈ മന തന്നെ നമ്മളൊരു 10-20 മിനിറ്റ് കൊണ്ട് കണ്ടു കഴിയും. അതിനുശേഷം കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പാർക്ക് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ടോട്ടലി നമുക്ക് പാർക്കെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്നൊരിടം അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പകുതി സാധനങ്ങളും വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഈ പാർക്കിൽ കുറച്ച് നേരം വന്ന് തണലൊക്കെ നോക്കി നമുക്ക് കുറച്ച് നേരം ഇരിക്കാം, ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല നല്ല കുറേ സ്പോട്ടുകളൊക്കെ ഇതിനടുത്ത് തന്നെയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുവാണെങ്കിൽ ആകെ 20 രൂപയുടെ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആകെ നമ്മൾ ഈ മന തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഫീലാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പാർക്ക് ഒരു വിഷയമുള്ള കാര്യമേ അല്ല. ഞാനിവിടെ വന്നത് തന്നെ ഈ മന മെയിനായിട്ട് കാണാൻ വേണ്ടിയാണ്. അതെനിക്ക് എന്തായാലും ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു, നല്ലപോലെ വീഡിയോയിൽ പകർത്താനും സാധിച്ചു. അപ്പോൾ നിങ്ങൾ വീക്കെൻഡിൽ ഇതുപോലത്തെ വല്ല ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇരിങ്ങോൾക്കാവും നാഗഞ്ചേരി മനയും. ഇരിങ്ങോൾക്കാവിൽ നിന്ന് ആകെ 300-350 മീറ്ററാണ് ഈ മനയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ മനയിരിക്കുന്ന ഈ ഭാഗം തൊട്ട് ആ കാവിരിക്കുന്ന ഭാഗം വരെ ഒറ്റ ആൾക്കാരുടെ കീഴിലായിരുന്നു പണ്ട്. അപ്പം തന്നെ ഊഹിക്കാൻ പറ്റും അവരെന്തുമാത്രം പണക്കാരായിരുന്നു എന്ന്. അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.